നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 1994 അമേരിക്കയിൽ വെച്ചുകൊണ്ട് നടന്ന വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ബ്രസീലായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫൈനലിൽ ഇറ്റലിയെയായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത്. ആ വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നെതർലൻഡ്സ് ആയിരുന്നു ബ്രസീലിന്റെ എതിരാളികൾ. 2-3 ഗോളുകൾക്കായിരുന്നു അവരെ അന്ന് ബ്രസീൽ പരാജയപ്പെടുത്തിയിരുന്നത്. അന്ന് 3 ബ്രസീലിയൻ ഇതിഹാസങ്ങൾ നടത്തിയ ഒരു സെലിബ്രേഷൻ അത് ഫുട്ബോൾ ലോകത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആ സെലിബ്രേഷന് ഇന്നലത്തോടുകൂടി 30 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. അതായത് 30 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ബ്രസീലിന്റെ 2ാം ഗോൾ നേടിയ ഇതിഹാസമായ ബെബറ്റോയായിരുന്നു ആ ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നത്. ചെറിയ കുഞ്ഞിനെ തൊട്ടിലാട്ടുന്ന രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ മകനായ മാത്യു ഒലിവേരയ്ക്ക് ട്രിബ്യൂട്ട് ആയിക്കൊണ്ടായിരുന്നു അദ്ദേഹം മത്സരത്തിനിടെ ആ ഒരു ഗോൾ സെലിബ്രേഷൻ നടത്തിയത്. എന്നാൽ 2 ബ്രസീലിയൻ ഇതിഹാസങ്ങൾ കൂടി അല്ലെങ്കിൽ താരങ്ങൾ കൂടി അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുകയായിരുന്നു. മാസിഞ്ഞോ, റൊമാരിയോ എന്നിവരും ആ തൊട്ടിലാട്ടുന്ന സെലിബ്രേഷൻ നടത്തുകയായിരുന്നു. ആ സമയത്ത് ആ 3 താരങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ 30 വർഷങ്ങൾക്കിപ്പുറം എന്ത് ചെയ്യുന്നു എന്നത് ഈ ഒരു 30 വർഷങ്ങൾ പൂർത്തിയായ സമയത്ത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെബറ്റോയുടെ മകനായ മാത്യു ഒലിവേര ഇപ്പോൾ UAE ക്ലബിന്റെ താരമാണ്. കോർഫക്കാൻ എന്ന ക്ലബ്ബുമായി അദ്ദേഹം ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു കൂടുമാറ്റം നടന്നിട്ടുള്ളത്. അതേസമയം റൊമാരിയോയുടെ മകനായ റൊമാരിഞ്ഞോ നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ അമേരിക്ക ആർജെ എന്ന ക്ലബിന്റെ കൂടെയാണ്. തന്റെ മകനോടൊപ്പം കളിക്കാൻ വേണ്ടി റൊമാരിയോ വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈയിടെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അത് അന്ന് തന്നെ വാർത്തയായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായ ഒരു ക്ലബ്ബ് കൂടിയാണ് അമേരിക്ക ആർജെ. അതേസമയം മാസിഞ്ഞോയുടെ മകൻ അദ്ദേഹം പ്രശസ്തനാണ്. റാഫീഞ്ഞ അൽക്കാൻഡർക്ക് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടായിരുന്നു മാസിഞ്ഞോ അന്ന് ആ ഒരു സെലിബ്രേഷൻ നടത്തിയത്. റാഫീഞ്ഞയുടെ സഹോദരനായ തിയാഗോ അൽക്കാൻഡറയും പ്രശസ്തനാണ്. അദ്ദേഹം ഈയിടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം റാഫീഞ്ഞ ഇപ്പോഴും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് തുടരുകയാണ്. ഏതായാലും ആ 3 ഇതിഹാസങ്ങളുടെയും മക്കൾ ഇപ്പോഴും കളിക്കളത്തിൽ താരങ്ങളായിക്കൊണ്ട് തുടരുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.